സാമാനം ഞാൻ ഫ്ലൂട്ട് ഊതാൻ കൊണ്ടു നടക്കുന്നതല്ല, കൊല്ലാൻ. അതെങ്ങടാ? എനിക്ക് വരുന്നില്ലല്ലോ. നിന്നെ ഞാൻ ഇവിടെ ഫ്ലൂട്ട് ഗാനമേളയ്ക്ക് വിളിച്ചോണ്ട് വന്നല്ല. അല്ല, ഈ കാട്ടുകള്ളനായ കോരപ്പനെ കുറിച്ച് നീ നിന്റെ പത്രത്തിൽ എഴുതി വെക്കണം. ഓട്ടെ ഓട്ടെ ഓ ആട്ടെ. എന്നിട്ട് എനിക്ക് എന്റെ ഇമേജ് മാറ്റിയെടുക്കണം. ഓട്ടെ ഓറ്റയോ? ഓ ഏറ്റെ. അപ്പൊ എന്തൊക്കെ വൃത്തികെട്ട സ്വഭാവമാണ് ഈ കാട്ടുകള്ളനായ കോരപ്പനുള്ളത്? നമ്പർ 1, ആവശ്യമില്ലാത്തടത്ത് കിണിക്കും. കോമഡി വേണ്ട, ചോര വീഴുവേ. കോമഡി വേണം, സ്ലൈം വീഴുവേ. ഇനി നീ മിണ്ടിയാ ഈ തോക്ക് ഉണ്ടതുപ്പും. എന്തിനു വെള്ളം കോരി കഴുകുന്നേ? തുപ്പിക്കഴിഞ്ഞാൽ വാ കഴുകണോന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് കോരപ്പന്റെ ചൈൽഡ്ഹുഡിനെ കുറിച്ച് പഠിക്കാം. ലോകം മൊത്തം കിടുകിടാ വിറപ്പിക്കുന്ന കാട്ടുകള്ളൻ കോരപ്പൻ, മഴവളകിയ ഒറ്റയാനെ ഒറ്റവടി വീഴ്ത്തുന്ന വില്ലാളി വീരനായ ഞാൻ നിന്നോടൊരു കാര്യം തുറന്ന് ചോദിക്കാൻ നിനക്കെന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇല്ല. എന്തുവാ ഈ ചൈൽഡ്ഹുഡ് എന്ന് പറഞ്ഞ? എന്തുവാ? ബാല്യം. ലോകം മൊത്തം കിടുകിടാ വിറപ്പിക്കുന്ന ഒരാളാണ് ഞാൻ. ഓ, ചൈൽഡ്ഹുഡ് എന്ന് പറഞ്ഞ എന്തുവരുന്നു? ബാല്യം. ഓ, എന്തുവരുന്നു ബാല്യം? ബാല്യത്തിന്റെ എന്തുവരുന്നു? ചൈൽഡ്ഹുഡ് എന്ന് പറഞ്ഞാ ബാല്യം. അയ്യോ, ഇയാൾക്ക് എന്താന്ന് പോലും പറഞ്ഞാൽ മനസ്സിലാത്തില്ല. ഓ, ഞാൻ പണ്ട് എന്റെ ദാരിദ്ര്യവും കഷ്ടപ്പാടും നിറഞ്ഞൊരു ബാല്യമായിരുന്നു എന്റേത്. അയ്യോ, എന്റെ ബാല്യം ഇതുപോലെയായിരുന്നു. ഭയങ്കര കഷ്ടപ്പാടും ദാരിദ്ര്യമായിരുന്നു. നീ ഇത് കണ്ട? വാ വാ, ഇത് കണ്ട? എന്തൊരു കറുത്തയാരുടെ? ഇതിന്റെ അറ്റത്തൊരു സ്വർണ്ണ ഏലസ് ഉണ്ടായിരുന്നു. ഇത് പണയം വെച്ചിട്ടാണ് ഞാൻ നിന്നെ ഇവിടെ വരെ കൊണ്ടുവന്നത്. അപ്പൊ നിന്റെ കഥ ഉണ്ടാക്കാനല്ല ഞാൻ നിന്നെ വിളിച്ചോണ്ട് വന്ന, എന്റെ കഥ ഉണ്ടാക്കാനാ. മര്യാദയ്ക്ക് എന്റെ വീട്ടിൽ പണ്ടൊരു കോഴി ഉണ്ടായിരുന്നു. ഈ കോഴി ഇടുന്ന ഒരൊറ്റ മുട്ടയിലായിരുന്നു ഞങ്ങളുടെ കുടുംബം തന്നെ കഴിഞ്ഞു പോയിക്കൊണ്ടിരുന്നത്. അയ്യോ, എന്റെ വീട്ടിൽ ഇതേപോലെ തന്നെ ഒരു കോഴി ഉണ്ടായിരുന്നു. നീ ചർച്ച കണ്ട? സാർ പറഞ്ഞു, ഞങ്ങള് വാ തുറന്ന് എന്തെങ്കിലും കഴിക്കണമെങ്കിൽ കോഴി മുട്ട ഇടണം. അതായത് ഞങ്ങൾ വാ തുറക്കണമെങ്കിൽ കോഴി ചന്തി തുറക്കണം. കറക്റ്റ്. ഇങ്ങനെ ഇരിക്കെ ഒരു ദിവസം നീ കേക്കണം, ഈ കോഴി മുട്ട ഇടുന്നില്ല. അയ്യോ, ഞാൻ ഈ കോഴിയെ കൊണ്ട് നേരെ മൃഗാശുപത്രിയിൽ കൊണ്ടുപോയി. എന്നിട്ട് അവിടെ ചെന്നിട്ട് ഡോക്ടർ ഈ കോഴിക്ക് മുട്ടയിടാനുള്ള ഒരു ഇഞ്ചക്ഷനും കുത്തിവെച്ച്. ഞാൻ പിന്നെ അത്രയും ദൂരം പോയല്ലെന്ന് വിചാരിച്ച് ഡോക്ടർ കാണാതെ 5-6 ഇഞ്ചക്ഷനും കൂടെ ഈ കോഴിക്ക് കുത്തിവെച്ചു. അയ്യോ, എന്നിട്ട് എന്റെ പൊന്നടവേ പിറ്റേ ദിവസം ഒന്ന് കാണായിരുന്നു. മിഷൻ കണ്ണീന്ന് ബുള്ളറ്റ് വരുന്നല്ലോ പടപടപടപടാ നീ കോഴിയുടെ മുട്ടിന്ന് മുട്ട വന്നോണ്ടിരിക്കുവായിരുന്നു. എല്ലാം കഴിഞ്ഞ് അവസാനത്തെ മുട്ട വന്നതിന് ശേഷം ഈ കോഴി തന്നെ ഒരു നോട്ടം ഉണ്ടായിരുന്നു. എന്റെ വീട്ടിൽ കോഴിയല്ല, ഇതേപോലെ തന്നെ ഒരു പശു ഉണ്ടായിരുന്നു. നിന്നോടല്ലാടാ പറഞ്ഞ നിന്റെ കഥ ഉണ്ടാക്കാല്ല വിളിച്ചോണ്ട് വന്നേന്ന്. നിന്നെ ഈ ചറ് കാണിച്ചിട്ട് മനസ്സിലായില്ലല്ലടാ. നിന്നെ ഇന്ന് ഞാൻ എന്തിനു വെള്ളം കോരുന്നേ? നിന്റെ ഫ്ലൂട്ട് ഗാനമേളയ്ക്ക് പ്രതിഫലമായിട്ട് ഈ തോക്കുണ്ട തുപ്പില്ല, ഇനി വാ കഴിയത്. അയ്യോ, തുപ്പല്ലേ, ഞാൻ എഴുതിക്കോളാതെ. അപ്പൊ എന്നു തൊട്ടാണ് കോരപ്പൻ ഈ ആനക്കൊമ്പ് മോഷ്ടിക്കാൻ തുടങ്ങിയത്? എന്റെ 18ാമത്തെ ബർത്ത്ഡേ അന്ന് മെഴുകുതിരിയും കേക്കും വാങ്ങിക്കാൻ പൈസ ഇല്ലാഞ്ഞിട്ട് ഒരു ചിമ്മിനി വിളക്കം കത്തിച്ച് വഴി കിടന്ന ഒരു ആനപ്പിണ്ടോ മുറിച്ച് ഞാൻ എന്റെ ബർത്ത്ഡേ ആഘോഷിച്ചുകൊണ്ടിരുന്നപ്പോ പെട്ടെന്ന് വെളിയിലൊരു ശബ്ദം. എന്തെന്ന് ഞാൻ പോയി നോക്കിയപ്പോ ഒരു കാട്ടാന എന്റെ അച്ഛന്റെ നെഞ്ചത്ത് ചവിട്ടിപ്പിടിച്ച് ഇങ്ങനെ നിൽക്കുന്നു. എന്നിട്ട് പെട്ടെന്ന് അമ്മ ഓടി ഒന്ന് അച്ഛന്റെ കപാല നോക്കി ഒരൊറ്റ അടി കൊടുത്തു. എന്തിനാ അമ്മ അച്ഛനെ തല്ലിയേ? വീട്ടിനകത്ത് കിടക്കാൻ ഇത്ര സ്ഥലം ഉണ്ടിട്ട് എന്തിനു വെച്ചാൽ നിങ്ങൾ ഈ ആനയുടെ കാലിന്റെ അടിയിൽ പോയി കിടക്കുന്നത്. പക്ഷെ ഇപ്പോഴും അച്ഛന്റെ നെഞ്ചത്ത് ആന ചവിട്ടിയ പാട് കിടപ്പുണ്ട്. അയ്യോ, അതെന്താ അച്ഛൻ അത് മായ്ച്ചു കളയാത്തെ? ഇപ്പൊ ആന ചെരുപ്പ് വാങ്ങിക്കാൻ പോകുമ്പോ അച്ഛനെ അളവെടുക്കാൻ കൊണ്ടുപോകും. പക്ഷെ ഇതെല്ലാം പോട്ടെ എന്ന് വിചാരിക്കാം. ഇതേ ആന എന്നെ ഒരു രാത്രി വന്ന് എന്റെ വീട് മൊത്തം തിന്നിട്ടങ്ങ് പോയി. അയ്യോ, എന്നിട്ട് കട്ടളയും ജനലും പിറ്റേ ദിവസം പിണ്ടം വഴി കിട്ടി. പക്ഷെ ഇതിന്റെ പ്രതികാരം തീർക്കാൻ വേണ്ടി ഈ ആനയെ ഞാൻ കണ്ടുപിടിച്ച് അതിനെ 2 പീസായിട്ട് ഞാൻ വെട്ടിക്കീറി. മാസ്. പക്ഷെ വെട്ടിക്കീറിയപ്പോ കണ്ട കാഴ്ച എന്റെ കണ്ണ് നനയിപ്പിച്ച്. അയ്യോ, അതെന്തുവായിരുന്നു ആ കാഴ്ച? ആനയുടെ ആമാശയത്തിൽ ചോരി തൂക്കി വെച്ച് ഞങ്ങളുടെ അപ്പൂപ്പന്റെ ഫോട്ടോ ചെറുകുടലിൽ ഞങ്ങളുടെ കലണ്ടർ ആണി അടിച്ചു വെച്ചേക്കുന്നു. അയ്യോ, എല്ലാം കണ്ടപ്പോ എനിക്കങ്ങ് സങ്കടമായി പോയി. ഇങ്ങനൊക്കെയാണ് ഞാൻ ഒരു ആന വേട്ടക്കാരനായത്. അല്ല, എനിക്കൊരു സംശയം. ഈ മുറിച്ചു മാറ്റിയ ആനക്കൊമ്പൊക്കെ എന്തോ ചെയ്യും? ചിലത് ഞങ്ങൾ ഉപ്പും മഞ്ഞപ്പൊടി ഇട്ട് അവിച്ചങ്ങ് തിന്നു. ചിലത് കപ്പ ഇല്ലാത്തപ്പോ കപ്പയുടെ ഫീർ ചെയ്യാൻ ഷാപ്പിൽ പോയി. വാഴ
ഇതല്ലേ ഞങ്ങൾ അങ്ങ് വിദേശത്തോട്ട് അയച്ചു വന്ന്. എന്തിനു വിദേശത്തോട്ട് അയക്കുന്നത്? സായിപ്പിന് ചെവിയിലിട്ട് അളക്കാൻ. എടാ ഇതൊക്കെ നമ്മൾ രൂപം കൊണ്ട് ഉണ്ടാക്കാൻ വേണ്ടിട്ട്, രൂപമാക്കാൻ വേണ്ടിട്ടാണ്. അങ്ങനെ. അപ്പൊ ഇതൊക്കെയാണ് കോരപ്പന്റെ ജീവിതത്തിലെ ഒന്നാം ഭാഗം. അതെ, ഇതാണ് കോരപ്പന്റെ ജീവിതത്തിലെ ഒന്നാം ഭാഗം. ഇനി രണ്ടാം ഭാഗം തുടങ്ങുന്നതിന് മുന്നേ ഞാൻ ഒന്നും ചെയ്തില്ലല്ലോ. ഒന്നും ചെയ്യാനില്ല, ഒരു ഇച്ചിരി റെസ്റ്റ് ചെയ്യണം, ഒരു പാട്ട് പാടാൻ വേണ്ടി. ഓക്കേ. ഗുരുഭക്തി എടുത്തില്ല, ഇന്ന് ഞാൻ ആർമാദിക്കും. മ്യൂസിക്. ഇത് കൊല ഹിറ്റായിരിക്കും കേട്ടോ. വാ, എനിക്ക് നിന്റെ ഫ്ലൂട്ട് ഗാനമേള ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഞാൻ നിനക്ക് സ്വന്തമായിട്ട് ഫ്രീ ആയിട്ട് ഒരു 5 ലക്ഷം രൂപ തരും. 5 ലക്ഷം രൂപയോ? ഇനി ഒരു 5 ലക്ഷം രൂപ മേടിക്കാനായിട്ട് എന്റെ കയ്യിൽ വേറൊരു പ്ലാനും കൂടെ ഉണ്ട്. എന്തുവാ അത്? ഞാൻ വരുന്ന വഴിക്ക് എനിക്ക് വേറെ റൂത്ത് കിട്ടി. ഞാൻ അത് ഊതട്ടാ? ഊതടാ നീ അങ്ങോട്ട്. ഓക്കേ. ദൈവമേ, പോലീസിനെ വിളിക്കാനുള്ള ഊത്ത്. എടാ നിന്നെ ഇന്ന് ഞാൻ കൊല്ലല് കൊല്ലല് കൊല്ലല്. യവനെ കാട്ടുകള്ളനായ കോഴപ്പനെ ഒന്നും ശരിക്കും അറിയൂല. സാർ, എന്റെ വേറൊരു കഥയും കൂടെ ഉണ്ട്. ചരട്